വീണ്ടും കണ്ണൂരിലേക്ക് പോവുകയാണ്. തന്റെ അന്തരിച്ച PA വീട് നൽകുന്ന ചടങ്ങിൽ പാർട്ടിയുടെ താല്പര്യം സംസാരിക്കുന്നു കെ സുധാകരൻ. നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഉണ്ട് എന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. കാപ്പാടന്റെ മേശന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പുന്ന ഒരു മനസ്സുമായി ഞാൻ ഇരിക്കുമ്പോൾ ഏറെ സംസാരിക്കാൻ സാധിക്കില്ല. എനിക്ക് ഒരുപാട് ഓർമ്മിക്കാനുണ്ട്. രക്ഷപ്പെട്ടിടത്ത് രക്ഷപ്പെടുത്തിയ പ്രവർത്തകന്മാരുടെ കഴിവുകൾ വാക്കുകൾ കൊണ്ട്, വിവരങ്ങൾ കൊണ്ട്, ദൗത്യം കൊണ്ട് സംരക്ഷിച്ച കുറെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ട ഒരുപാട് ഘടകങ്ങളാണ്. കടന്നു വന്നതിൻ്റെ പിറയിലുള്ള ഒരുപാട് കടമ്പകൾ, ആ കടമ്പകളെല്ലാം കടന്നു വരാൻ നമുക്ക് സാഹചര്യമുണ്ടാക്കിയത് കാപ്പാടന്റെ മേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു അതിശയമായിരിക്കും, അതൊരു അത്ഭുതമായിരിക്കും. എന്നാൽ അത് സത്യമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സമീപനവും ആത്മാർത്ഥമായ പ്രവർത്തനവും ആരുടെ മുമ്പിലും തലകുനിക്കാതെ നാടിന്റെ ജനങ്ങളുടെ വിചാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് മുൻപോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഓരോ പാർട്ടി പ്രവർത്തകരെയും പ്രേരിപ്പിച്ച കാപ്പാടൻ രമേശൻ ഈ പ്രദേശത്തെ പാർട്ടിയുടെ എന്നത്തെയും അമരക്കാരനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും ഈ പാർട്ടിയുടെ ഓർമ്മകളാണ് എന്ന്, ഓർമ്മയുടെ പ്രതീകമാണ് കാപ്പാടൻ രമേശൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്രസരസ്കനാകുന്നു. ഞാൻ ഉൾക്കൊള്ളുന്നു, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നു. എന്നും നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാനും ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമിക്കാനും നമുക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കാപ്പാടന്റെ സ്വാദസ്പർശത്തിന് വേണ്ടി ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക് പ്രവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നാരായണൻ KPCC ട്രഷറർ. കരഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ പ്രസംഗിച്ചിരിക്കുന്നത്. ആയിരുന്ന കാപ്പാടൻ രമേശിന്റെ കുടുംബത്തിന് താക്കോൽ വിയോഗം അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. പാർട്ടിയും അദ്ദേഹം മുൻകൈയെടുത്ത് നൽകിയ വീടാണ്. ആ വീടിന്റെ താക്കോൽ നൽകുന്ന ചടങ്ങിലാണ് അദ്ദേഹം ഇപ്പോൾ വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ്. ഞാൻ പ്രിയപ്പെട്ട തനിക്കൊപ്പമുള്ള പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന, അവരോട് വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ എപ്പോഴും ആ വൈകാരികത കാണാറുണ്ട്. ഇപ്പോൾ തന്റെ PA ആയിരുന്ന കാപ്പാടൻ രമേശൻ, ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്. കാപ്പാടൻ രമേശന് കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്ന ചടങ്ങാണ്. അവിടെയാണ് അദ്ദേഹം ഇപ്പോൾ വിതുമ്പിയിരിക്കുന്നത്. രാഷ്ട്രീയമായി കെ സുധാകരൻ ഇപ്പോൾ എന്ത് തീരുമാനമെടുക്കും എന്ന കേരളം ഉറ്റുനോക്കുന്നതിനിടയിലാണ് ഈ ചടങ്ങുണ്ടായിരിക്കുന്നത്. അർജുൻ കല്യാട് അവിടെയുണ്ട്. അർജുൻ, കണ്ണ് നിറഞ്ഞു തുളുമ്പുന്ന കെ സുധാകരനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗവും വൈകാരികമായിരുന്നു. അതിനുശേഷം ഒരു രാഷ്ട്രീയ പ്രതികരണം അദ്ദേഹം നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തനിക്ക് മത്സരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞതാണ്. പാർട്ടി MP-മാരെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ കെ സുധാകരൻ ഈ ചടങ്ങിന് ശേഷം പ്രതികരിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആ ചടങ്ങിന്റെ പ്രത്യേകതകൾ അർജുൻ. സ്മൃതി, തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാപ്പാടൻ രമേശൻ കെ സുധാകരൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു അംഗം കൂടിയായിരുന്നു. അത് മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലും കെ സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ഇപ്പോഴും കണ്ണൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെ. പക്ഷേ മുൻപ് വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കണ്ണൂരിനെ കോൺഗ്രസിന് നയിച്ച ഘട്ടത്തിലെല്ലാം കെ സുധാകരനെ സർവ്വ സുരക്ഷയും ഒരുക്കിക്കൊണ്ട് ഒരു രക്ഷകനെ പോലെ നിന്ന കാപ്പാടൻ രമേശിനെ ഓർമ്മിച്ചുകൊണ്ടാണ് കെ സുധാകരൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. വളരെ വൈകാരികമായ രീതിയിൽ തന്നെ കണ്ണ് നിറഞ്ഞും തൊണ്ട ഇടറിയുമുള്ള ഒരു പ്രതികരണമായിരുന്നു കെ സുധാകരൻ്റെ ഈ കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയിട്ടുള്ള താക്കോൽദാന പരിപാടിയിൽ അദ്ദേഹം നടത്തിയത്.
കെ സുധാകരനെ ഇതിനു മുൻപ് ഇത്തരം ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഇത്രയും തൊണ്ടയിടറിക്കൊണ്ടും കണ്ണ് നിറഞ്ഞുകൊണ്ടുമൊക്കെ സംസാരിച്ചത്. പ്രത്യേകമായി ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, ഇന്ന് രാവിലെ പോലും കാപ്പാടൻ രമേശൻ്റെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ പോലും അദ്ദേഹം നടന്നു തീർത്ത അല്ലെങ്കിൽ കണ്ണൂരിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ത്യാഗനിർഭരമായ ഓർമ്മകളെയൊക്കെ ഓർത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. കഴിഞ്ഞ ദിവസവും കണ്ണൂരുമായുള്ള ബന്ധം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായി കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾക്കിടയിലാണ് ഈ രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകളും ഈ താക്കോൽദാന പരിപാടിയുമൊക്കെ വരുന്നത്. നേരത്തെ തന്നെ കെ സുധാകരനെ കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഒരു പ്രതികരണം, ചെറിയ പ്രതികരണമാണെങ്കിൽ കൂടി നടത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്നും ഈ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് വേണ്ടി ഡൽഹിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയതാണ്. കോൺഗ്രസ് നേതൃത്വവുമായി പിണങ്ങി തന്നെയാണ് അവിടെ നിന്നും മടങ്ങിയത്. പിന്നീട് 3 ദിവസമായി കണ്ണൂർ നടാലിലെ വീട്ടിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. ഈ 3 ദിവസത്തിന് ശേഷം അദ്ദേഹം ഈ സീറ്റിന്റെ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമോ ഈ ചടങ്ങിന് ശേഷം എന്നാണ് ഉറ്റുനോക്കുന്നത്.